ഞങ്ങൾ ഇന്ന് വൈകുന്നേരം ഗുരുവായൂർ അമ്പലത്തിലേക്ക് വന്നതാണ്. സന്ധ്യാനേരത്തെ ഗുരുവായൂർ അമ്പലത്തിലും പരിസരത്തൊക്കെ നടക്കാൻ നല്ല രസമാണ്. അപ്പോൾ എന്തായാലും ഗുരുവായൂർ വന്ന് 1-2 പർച്ചേസ് കൂടിയുണ്ട്. അപ്പോൾ ഞങ്ങൾ നേരെ അയ്യപ്പൻ നായർ ഷോപ്പിലേക്ക് പോവുകയാണ്. അമ്പലത്തിൽ തൊഴുത് പടിഞ്ഞാറ് നടയിലേക്ക് വരുമ്പോൾ ആദ്യത്തെ ഗേറ്റിൻ്റെ അവിടുന്ന് ലെഫ്റ്റിലേക്ക് വന്നാൽ കുറച്ച് ദൂരം നടന്നാൽ ഈ ഷോപ്പ് കാണാൻ പറ്റും. ഈ ഷോപ്പിൻ്റെ വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട്. എപ്പോൾ വരുമ്പോഴും ഇവിടെ എന്തെങ്കിലുമൊക്കെ പുതുമകൾ ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഷോപ്പിലേക്ക് കയറി വരുന്നിടത്ത് തന്നെ ഇങ്ങനെ നിരനിരയായിട്ട് നിലവിളക്കുകൾ ഇരിക്കുന്നത് കാണാം. വിവിധ വലിപ്പത്തിലുള്ളത് നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്വർണ്ണവർണ്ണത്തിൽ തിളങ്ങുന്ന ആ നിലവിളക്കുകൾ കണ്ടുകൊണ്ട് അവിടെ നിൽക്കുമ്പോൾ വല്ലാത്തൊരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ. അവിടെ എത്ര നേരം നിന്നാലും നമുക്ക് മതിയാവില്ല. ഒന്നും വാങ്ങാനില്ലെങ്കിൽ പോലും ആ ഷോപ്പ് ഒന്ന് വിസിറ്റ് ചെയ്യാൻ എനിക്ക് തോന്നാറുണ്ട്. ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നല്ല കേട്ടോ, എനിക്ക് അത്രയും ഇഷ്ടമുള്ള ഒരു ഷോപ്പാണ്. അതുകൊണ്ട് പണ്ട് മുതലേ ഞാൻ അവിടെ പോവാറുണ്ട്. ഇതൊരു ഹോൾസെയിൽ ഷോപ്പ് കൂടിയാണ്. അമ്പലങ്ങളിൽ വെക്കാനുള്ളതും വഴിപാടിനായിട്ടുള്ളതും വീട്ടിൽ വെക്കാനും ഗിഫ്റ്റ് ചെയ്യാനും ഒക്കെയുള്ള എല്ലാ ഐറ്റംസും ഇവിടെയുണ്ട്. രണ്ട് നിലകളിലായിട്ടാണ് ഈ ഷോപ്പ് ഉള്ളത്. ഇത് നമ്മൾ കയറി വന്ന് നേരെ നോക്കുമ്പോൾ കാണുന്ന ഭാഗമാണ്. അവിടെ പുതിയ അറേഞ്ച്മെൻറ്റ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്, കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കണ്ണന്മാരെ മാത്രമേ ഞാൻ അവിടെ നിന്ന് വീഡിയോ എടുത്തിട്ടുള്ളൂ. മുഴുവനായിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. ഓരോ തവണയും പുതുമകൾ അവിടെ ഉറപ്പായിട്ടും കാണാൻ സാധിക്കും. ഏറ്റവും ചെറിയ വിളക്ക് മുതൽ ഏറ്റവും വലുത് വരെ ഇവിടെ കിട്ടും. ഞാൻ ഓരോന്നിൻ്റെയും വിലയൊന്നും പറയുന്നില്ല കേട്ടോ. ഇവിടുന്ന് ഓൺലൈനായിട്ടും പർച്ചേസ് ചെയ്യാം. ഷോപ്പുമായി ബന്ധപ്പെട്ടാൽ നമുക്ക് ആവശ്യമുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ അത് അയച്ചു തരുന്നതാണ്. ഈ ഷോപ്പിൻ്റെ ഫ്രണ്ട് സൈഡിൽ തന്നെ മറ്റൊരു റൂമുണ്ട്. അവിടെയാണ് ഒറിജിനൽ തുളസിമാലയൊക്കെ ഉള്ളത്. ആറന്മുള കണ്ണാടിയൊക്കെ അവിടെ നിന്ന് കിട്ടും. തൊട്ടിലോട് കൂടിയിട്ട് ലഡ്ഡു ഗോപാലിനെ ഇവിടുന്ന് വാങ്ങാൻ സാധിക്കും കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് തൊട്ടിലോട് കൂടിയിട്ട് കാണുന്നത്. നമ്മുടെ വീടുകളിലൊക്കെ വലിയ കൃഷ്ണ വിഗ്രഹങ്ങൾ ഉണ്ടാകൂലേ, അപ്പൊ കണ്ണനെ ഒന്ന് അണിയിച്ചൊരുക്കണമെങ്കിൽ ഇതുപോലെ തലപ്പാവൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഇതും ആദ്യമായിട്ടാണ് കാണുന്നത്. ഈ ചാണക്കല്ല് ഞാൻ മുൻപ് വാങ്ങിച്ചിട്ടുണ്ട്. പണ്ട് ഇവിടെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചന്ദനമൊക്കെ അരച്ചിട്ട് തൊടുമായിരുന്നു അന്നൊക്കെ. പിന്നെ കുട്ടികൾക്ക് വയമ്പരയ്ക്കാനും അത് ഉപയോഗിച്ചിരുന്നു. ഇനി ഞങ്ങൾക്ക് ഗിഫ്റ്റ് ഐറ്റംസ് നോക്കാനുണ്ട്. അതിനായിട്ട് മുകളിലത്തെ ഫ്ലോറിലേക്ക് പോവുകയാണ്. ഈ സ്റ്റെയർ കേസിൻ്റെ വശങ്ങളൊക്കെ നോക്കൂ, എന്തൊരു ഭംഗിയായിട്ടാണ് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇവിടെ കയറുമ്പോൾ ഞാൻ പെട്ടെന്നൊന്നും അങ്ങോട്ട് കയറി പോവില്ല. ഇതൊക്കെ കണ്ട് ആസ്വദിച്ചിട്ടേ പോവുള്ളൂ. അത്രയും ഭംഗിയാണ് കേട്ടോ സ്റ്റെയർ കേസിൻ്റെ സൈഡൊക്കെ കാണാനായിട്ട്.
മുകളിൽ 2 റൂമാണുള്ളത്. ഒരു സൈഡിൽ ചെറിയ ചെറിയ ഗിഫ്റ്റ് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാൻ കിട്ടും. ഫോട്ടോ ഫ്രെയിംസ് ഒക്കെ ആ ഭാഗത്താണ് വെച്ചിട്ടുള്ളത്. ഇവിടെ ഇരിക്കുന്ന ഈ ചെടികൾ ഇതൊന്നും ആർട്ടിഫിഷ്യലാന്ന് തോന്നുകയില്ല, അത്രയും ഒറിജിനാലിറ്റി ഉണ്ട് ഇതിനൊക്കെ. ഈ കോഫി ടേബിൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ, ഒരു വെറൈറ്റി മോഡലായിട്ട് തോന്നി. ഈ ഗ്ലാസ് ലോട്ടസ് അടുത്ത തവണ എന്തായാലും വാങ്ങാനായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടു. ഈ ഭാഗത്ത് കാണുന്ന വിഗ്രഹങ്ങൾ ബ്രാസിൻ്റേതല്ല, ഇത് പോളിമാർബിൾ പൗഡർ ആണെന്നാണ് പറഞ്ഞത്. പല വലിപ്പത്തിലുള്ളതുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഭാഗത്തെ ഷോപ്പിംഗ് കഴിഞ്ഞ് നമ്മൾ മറ്റേ റൂമിലേക്ക് പോവുകയാണ്. ഇവിടെയും ഒരുപാട് കണ്ണന്മാരുണ്ട്, വിളക്കുകളുണ്ട്, ആനക്കൊമ്പുകളുടെ കളക്ഷൻ ഉണ്ട് കേട്ടോ, പല വലിപ്പത്തിലുള്ളതുണ്ട്. ഇവിടെ ഒത്തിരി പീഠങ്ങളുണ്ട്. ഇതിന്ന് ഒരെണ്ണം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ദാമോദര മാസത്തിൽ ദാമോദരനെ വെക്കാനായിട്ടാണ് അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അന്ന് ഇത്ര അധികം ഉണ്ടായിരുന്നില്ല. ചില വീടുകളിൽ പൂജാമുറി ആയിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ള വീടുകളിൽ ഇതുപോലുള്ള റെഡിമെയ്ഡ് പൂജ സ്റ്റാൻഡ് കൊണ്ടുവയ്ക്കാം. പല വലിപ്പത്തിലും പല വിലയിലുള്ളതുമുണ്ട്.
അമ്പലങ്ങളിൽ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ചന്ദനവും കുങ്കുമവും ഒക്കെ ഇട്ട് വെക്കാനായിട്ട് ഈ കുട്ടി പാത്രം ഉരുളിയുടെ ഷേപ്പുള്ളത് അത് നല്ല യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനി ഞങ്ങൾ പോകുന്നത് സെയിം ഷോപ്പിൻ്റെ തന്നെ ഫാൻസി ഐറ്റംസ് ഒക്കെ ഉള്ള ഭാഗത്തേക്കാണ്. ഷോപ്പ് ക്ലോസ് ചെയ്യണ സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഒരുപാട് നേരം സെലക്ട് ചെയ്യാൻ കിട്ടിയില്ല. അവിടെ നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ, മാലകളും കമ്മലുകളും വെറൈറ്റി ലോക്കറ്റുകളൊക്കെ ഉണ്ട്. ഗുരുവായൂരപ്പൻ്റെ ലോക്കറ്റ് ഉണ്ട്, അതുപോലെ പാലക്കയിൽ കണ്ണനായിട്ടുള്ള അങ്ങനത്തെ ഒരു ലോക്കറ്റ് കണ്ടു. അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. മറ്റൊരു ദിവസം വന്ന് കൂടുതൽ സമയം എടുത്തിട്ട് ഷോപ്പ് ചെയ്യാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ തിരിച്ചു പോരുകയാണ് ഉണ്ടായത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനോടും വീഡിയോസ് കാണുന്നവരോടും കമൻ്റ് ഇടുന്ന എല്ലാവരോടും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. നെക്സ്റ്റ് വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. ബൈ.